ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. അഹമ്മദാബാദിലെ എയർ ഇന്ത്യ വിമാന അപകടത്തിൽ അന്വേഷണം ആരംഭിച്ച് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ. അഹമ്മദാബാദ് ദുരന്തത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന 241 പേർ മരിച്ചതായി സ്ഥിരീകരണം. മരിച്ചവരിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ഒരാൾ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടി വേഗത്തിലാക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ദുഃഖം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഹമ്മദാബാദ് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം നൽകുമെന്ന് ടാറ്റ ഗ്രൂപ്പ്. ISSF ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യയുടെ സ്വിഫ്റ്റ് കോർ സമരയ്ക്ക് വെങ്കലം. വാർത്തകൾ വിശദമായി. അഹമ്മദാബാദിലെ എയർ ഇന്ത്യ വിമാന അപകടത്തിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷണം ആരംഭിച്ചു. അന്താരാഷ്ട്ര നിയമത്തിന് അനുസൃതമായിട്ടായിരിക്കും അന്വേഷണമെന്ന് വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു പറഞ്ഞു. വിവിധ മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി സർക്കാർ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനും വ്യോമസുരക്ഷ ഉറപ്പാക്കാനും സമിതി സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ 241 പേർ മരിച്ചതായി എയർ ഇന്ത്യ സ്ഥിരീകരിച്ചു. 169 ഇന്ത്യൻ പൌരന്മാരും 53 ബ്രിട്ടീഷ് പൌരന്മാരും 7 പോർച്ചുഗീസ് പൌരന്മാരും ഒരു കനേഡിയൻ പൌരനും 12 ജീവനക്കാരുമാണ് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോവുകയായിരുന്ന AI-171 വിമാനത്തിലുണ്ടായിരുന്നത്. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയും BJP നേതാവുമായ വിജയ് രൂപാണിയും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. അപകടത്തിൽ നിന്നും പരിക്കുകളോടെ രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ രമേശ് എന്ന യാത്രക്കാരൻ ചികിത്സയിൽ കഴിയുകയാണ്. വിമാനം തകർന്നു വീണ പ്രദേശത്തുണ്ടായിരുന്ന 20-ലേറെ പേർക്കും ജീവൻ നഷ്ടമായി. ഇവരിൽ 4 പേർ MBBS വിദ്യാർത്ഥികളാണ്. ഉച്ചയ്ക്ക് 1:38 പറന്നുയർന്ന ഉടൻ തന്നെ വിമാനത്തിന്റെ പൈലറ്റ് അടിയന്തര സന്ദേശം നൽകിയിരുന്നു. പിന്നാലെ വിമാനത്താവളത്തിന് പുറത്ത് വിമാനം തകർന്നു വീഴുകയായിരുന്നു. എയർ ഇന്ത്യ വിമാനാപകടത്തെ തുടർന്ന് ഇന്നലെ ബോയിങ്ങിന്റെ ഓഹരികൾ 4% ഇടിഞ്ഞു. 2014 എയർ ഇന്ത്യയ്ക്ക് കൈമാറിയ ബോയിങ് 787-8 ഡ്രീം ലൈനറായിരുന്നു അപകടത്തിൽപ്പെട്ട വിമാനം. വിമാനാപകടത്തിൽ മരിച്ചവരിൽ മലയാളിയും. പത്തനംതിട്ട പുല്ലാട്ട് സ്വദേശി രഞ്ജിത ഗോപകുമാരൻ നായരാണ് വിമാന ദുരന്തത്തിൽ മരിച്ചത്. ലണ്ടനിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന രഞ്ജിത അവധിക്ക് ശേഷം മടങ്ങുമ്പോഴാണ് അപകടത്തിൽപ്പെട്ടത്. രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടി വേഗത്തിലാക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു. രഞ്ജിതയുടെ വീട്ടിലെത്തിയ അദ്ദേഹം ബന്ധുക്കളുമായി സംസാരിച്ചു. മൃതദേഹം വിട്ടുകിട്ടുന്നതിനായി രഞ്ജിതയുടെ സഹോദരൻ ഇന്ന് ഗുജറാത്തിലേക്ക് തിരിക്കും. അഹമ്മദാബാദിൽ വിമാന അപകടം നടന്ന പ്രദേശം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ സന്ദർശിച്ചു. വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു, ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുമായി അദ്ദേഹം സംസാരിച്ചു. ദൌർഭാഗ്യകരമായ സംഭവത്തിൽ രാജ്യം ദുരന്തബാധിതരുടെ കുടുംബങ്ങൾക്കൊപ്പമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. DNA സാമ്പിൾ പരിശോധന 2-3 ദിവസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നും ശ്രീ ഷാ അറിയിച്ചു. विदेश में जिनके परिजन हैं उनको सूचना देने की कार्यवाही समाप्त हो चुकी है और जैसे ही पहुंचते हैं उनके भी DNA सैंपल लिए जाएंगे और मृतदेहों की पहचान के लिए जितने मृतदेह मिले हैं इनके भी DNA सैंपल लेने की कार्यवाही समाप्त हो चुकी है. गुजरात की FSL और नेशनल फॉरेंसिक साइंस यूनिवर्सिटी दोनों मिलकर कम से कम समय में DNA का परीक्षण पूरा करने के बाद परिवारजनों को अपना परिजन का मृतदेह सौंपने का काम करेंगे. അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി സന്ദർശിച്ചു. ആശുപത്രിയിലെ ക്രമീകരണങ്ങൾ പരിശോധിച്ച അദ്ദേഹം അടിയന്തര പരിചരണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഡോക്ടർമാരുമായും ഉദ്യോഗസ്ഥരുമായും സംസാരിച്ചു. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം നൽകുമെന്ന് ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ N. ചന്ദ്രശേഖരൻ. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവുകൾ ടാറ്റ ഗ്രൂപ്പ് വഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. BJ മെഡിക്കൽ കോളേജിൽ തകർന്ന ഹോസ്റ്റലിനു പകരം പുതിയത് നിർമ്മിക്കുന്നതിനും ടാറ്റ ഗ്രൂപ്പ് സഹായം നൽകുമെന്ന് ശ്രീ ചന്ദ്രശേഖരൻ അറിയിച്ചു. വിമാനാപകടത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ തുടങ്ങിയവർ അതീവ ദുഃഖം രേഖപ്പെടുത്തി. രാജ്യം ദുരന്തബാധിതർക്കൊപ്പം നിലകൊള്ളുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുശോചന സന്ദേശത്തിൽ കുറിച്ചു. ഹൃദയഭേദകമായ ദുരന്തമാണ് അഹമ്മദാബാദിൽ സംഭവിച്ചതെന്നും അടിയന്തര സഹായം ഉറപ്പുവരുത്തുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയവരും അനുശോചനം രേഖപ്പെടുത്തി. സംഭവമേറെ വേദനാജനകമാണെന്നും വിമാന ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു.
അഹമ്മദാബാദ് വിമാനാപകടത്തിൽ അനുശോചനം അറിയിച്ച ലോക നേതാക്കളും ദാരുണമായ അപകടമാണ് ഉണ്ടായതെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു കേന്ദ്ര സർക്കാരിനും ജനങ്ങൾക്കും ഐക്യദാർഢ്യം അറിയിച്ചു. ദുരന്തത്തിൽ കാനഡ അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നതായി പ്രധാനമന്ത്രി മാർക്ക് കാർണി പറഞ്ഞു. ദുഃഖത്തിന്റെ ഈ വേളയിൽ ഇന്ത്യയിലെ ജനങ്ങളോടൊപ്പം നിലകൊള്ളുന്നതായി യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഊർസുല വോൺ ഡെർ ലൈൻ അറിയിച്ചു. ഇന്ത്യയിലെ യൂറോപ്യൻ യൂണിയൻ ആസ്ഥാനത്ത് പതാക പകുതി താഴ്ത്തിക്കെട്ടി. അപകടത്തിൽ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അനുശോചനം രേഖപ്പെടുത്തി. പ്രതിസന്ധി ഘട്ടത്തിൽ ദുരന്തബാധിതർക്കും കുടുംബങ്ങൾക്കും എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നതായി UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ പറഞ്ഞു. യുക്രൈൻ പ്രസിഡന്റ്, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി, ഫ്രഞ്ച് പ്രസിഡന്റ്, സിംഗപ്പൂർ പ്രധാനമന്ത്രി തുടങ്ങിയവർ വിമാനാപകടത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. അപകടവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കായി എയർ ഇന്ത്യയുടെ 185056914444 എന്ന പാസഞ്ചർ ഹോട്ട്ലൈൻ നമ്പറിൽ ബന്ധപ്പെടാം. അഹമ്മദാബാദ് വിമാനത്താവളത്തിലും 9974111327 എന്ന നമ്പറിൽ ഹെൽപ്പ് ലൈൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയം സജ്ജീകരിച്ച 01124610843 9650391859 എന്നീ കൺട്രോൾ റൂം നമ്പറുകളിലും വിവരങ്ങൾ ലഭ്യമാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. 2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ നിന്നും 13ാം വകുപ്പ് ഒഴിവാക്കി നിയമം ഭേദഗതി ചെയ്തതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. ഈ വകുപ്പ് നീക്കം ചെയ്യുന്നത് പ്രകൃതി ദുരന്തങ്ങൾക്കിരയായവരെ കൂടുതൽ ദുരിതത്തിലാക്കുമെന്നും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ പ്രധാനമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്നും 13ാം വകുപ്പ് പുനഃസ്ഥാപിക്കാനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ബാധിതരുടെ വായ്പ എഴുതിത്തള്ളാൻ ഇതുമൂലം സാധിക്കില്ലെന്ന് ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം നൽകിയിരുന്നു. ഈ മാസം 19-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന നിലമ്പൂരിൽ പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ കക്ഷികൾ. അഹമ്മദാബാദ് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണ പരിപാടികൾ ഞായറാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ പ്രചാരണ പരിപാടികൾക്കായി മുഖ്യമന്ത്രിയും മുതിർന്ന പാർട്ടി നേതാവുമായ പിണറായി വിജയൻ ഇന്നു മുതൽ 3 ദിവസം നിലമ്പൂരിലുണ്ടാകും. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറും പ്രചാരണ രംഗത്ത് സജീവമാണ്. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷി ആഗോള വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ പങ്കിടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ജനാധിപത്യ മൂല്യങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും കാനഡയുമെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. അപൂർവ ഭൌമലോഹങ്ങളുടെ കയറ്റുമതിയിൽ ചൈന നിയന്ത്രണം ഏർപ്പെടുത്തിയ വിഷയത്തിൽ ചൈനീസ് സർക്കാരുമായി ചർച്ച നടത്തിവരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. The Chinese Ministry of Commerce and General Administration of Customs in early April had announced the decision to implement export controls on certain rare earth related items. We are in touch with the Chinese side both here in Delhi as also in Beijing to bring predictability in supply chain for trade consistent with international practices. ISSF ലോകകപ്പിൽ ഇന്ത്യൻ ഷൂട്ടർ സ്വിഫ്റ്റ് കൗർ സമരയ്ക്ക് വെങ്കലം. ജർമ്മനിയിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ വനിതകളുടെ 50 മീറ്ററിലാണ് മെഡൽ നേട്ടം. ലോകകപ്പിൽ ഇന്ത്യയുടെ 2ാം മെഡൽ നേട്ടമാണിത്. നേരത്തെ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ ഇളവേൽ വാലറി വൻ വെങ്കലം നേടിയിരുന്നു. ലോർഡ്സിൽ നടക്കുന്ന ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ 3ാം ദിനമായ ഇന്ന് ഓസ്ട്രേലിയ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിക്കും. ഇന്നലെ മത്സരം അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയ 8 വിക്കറ്റിന് 144 റൺസ് എന്ന നിലയിലാണ്. നിലവിൽ ദക്ഷിണാഫ്രിക്കയേക്കാൾ 218 റൺസിന്റെ ലീഡാണ് ഓസ്ട്രേലിയയ്ക്കുള്ളത്. കോഴിക്കോട് തീരത്ത് സമീപം അപകടത്തിൽപ്പെട്ട സിംഗപ്പൂർ കപ്പലിലെ തീ പൂർണ്ണമായും കെടുത്താനുള്ള ശ്രമം തുടരുന്നു. ഇന്നലെ രാത്രി വീണ്ടും തീപിടുത്തമുണ്ടായതായാണ് റിപ്പോർട്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. അഹമ്മദാബാദിലെ എയർ ഇന്ത്യ വിമാന അപകടത്തിൽ അന്വേഷണം ആരംഭിച്ച് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ. അഹമ്മദാബാദ് ദുരന്തത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന 241 പേർ മരിച്ചതായി സ്ഥിരീകരണം. മരിച്ചവരിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ഒരാൾ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടി വേഗത്തിലാക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ദുഃഖം രേഖപ്പെടുത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഹമ്മദാബാദ് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം നൽകുമെന്ന് ടാറ്റ ഗ്രൂപ്പ്. ISSF ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യയുടെ സ്വിഫ്റ്റ് കൗർ സമരയ്ക്ക് വെങ്കലം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.